സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും PSC ബുള്ളറ്റിൻ ചോദ്യങ്ങളുടെ തന്നെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1886 മുതൽ 1937 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന രാജ്യം ഏതാണ്? മ്യാൻമർ ആണ്, അല്ലെങ്കിൽ ബർമ്മയാണ്. 1886 മുതൽ 1937 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന രാജ്യമാണ് മ്യാൻമർ. അപ്പോൾ നമുക്കറിയാം, ബർമ്മയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ബർമ്മയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ ആരായിരുന്നു? M. ഗോവിന്ദനായിരുന്നു. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്ററായിരുന്നു M. ഗോവിന്ദൻ. അപ്പോൾ നമുക്കറിയാം, SNDPയുടെ മുഖപത്രമായിരുന്നു വിവേകോദയം. അതുപോലെ ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതു തന്നെയാണ്? വിവേകോദയമാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വിവേകോദയം. 1920 AITUCയുടെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ലാല ലജ്പത് റായി ആണ്. 1920 AITUCയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാല ലജ്പത് റായ്. അപ്പോൾ AITUCയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1920 അതുപോലെ AITUC ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ബോംബെയിൽ വെച്ചാണ് AITUCയുടെ ആദ്യ സമ്മേളനം നടന്നത്. ബോംബെയിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1921 രൂപം കൊണ്ട സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യ സ്പീക്കർ ആരായിരുന്നു? ഫ്രെഡറിക് വൈറ്റ് ആയിരുന്നു. 1921 രൂപം കൊണ്ട സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യ സ്പീക്കറായിരുന്നു ഫ്രെഡറിക് വൈറ്റ്. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലത്ത് പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ബ്രിട്ടീഷ് ഭരണകാലത്ത് പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നായിരുന്നു. 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ റീജൻ്റായി അധികാരത്തിൽ വന്നത് ആര്? സേതു ലക്ഷ്മിഭായി ആണ്. 1924 ശ്രീമൂലം തിരുനാൾ അന്തരിച്ചപ്പോൾ റീജൻ്റായിട്ട് അധികാരത്തിൽ വന്നത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, തിരുവിതാംകൂറിൽ റീജൻ്റായിട്ട് ഭരണം നടത്തിയ ആദ്യ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായി ആണ്. തിരുവിതാംകൂറിൽ റീജൻ്റായിട്ട് ഭരണം നടത്തിയ ആദ്യ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. രണ്ടാമത് റീജൻ്റായിട്ട് അധികാരത്തിൽ വന്നത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. അർദ്ധനാരീശ്വര സ്തോത്രം രചിച്ചത് ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ്. അർദ്ധനാരീശ്വര സ്തോത്രം രചിച്ചത് ശ്രീ നാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? ഭഗത് സിംഗ് ആണ്. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ഭഗത് സിംഗ്. അമൃത്സറിൻ്റെ പഴയ പേരെന്താണ്? രാംദാസ്പൂർ എന്നതാണ് അമൃത്സറിൻ്റെ പഴയ പേരാണ് രാംദാസ്പൂർ. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ അമൃത്സർ നഗരം പണികഴിപ്പിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു രാംദാസ് ആണ്. അമൃത്സർ നഗരം പണികഴിപ്പിച്ച സിഖ് ഗുരുവാണ് ഗുരു രാംദാസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും രാംദാസ്പൂർ എന്ന് അതിൻ്റെ പഴയ നാമം അങ്ങനെ കിടക്കുന്നത്. അതുപോലെ അമൃത്സർ നഗരത്തിനുള്ള സ്ഥലം നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബറാണ്. അമൃത്സർ നഗരത്തിനുള്ള സ്ഥലം നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. അമൃത്സർ നഗരം പണികഴിപ്പിച്ച സിഖ് ഗുരുവാണ് ഗുരു രാംദാസ്. മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷമാണ് 1761. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം പാനിപ്പട്ട് യുദ്ധമാണ്. മറാത്ത സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് മൂന്നാം പാനിപ്പട്ട് യുദ്ധം 1761. അപ്പോൾ ഈ മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ മറാത്തികളും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലായിരുന്നു മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. മറാത്തികളും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? കാലിബംഗനാണ്. ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രമാണ് കാലിബംഗൻ. അതുപോലെ നമുക്കറിയാം, കാലിബംഗൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്, രാജസ്ഥാനിൽ. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം എന്താണ്? കറുത്ത വളകൾ എന്നതാണ് കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം, കറുത്ത വളകൾ. പ്ലാസി യുദ്ധത്തിൽ വിജയിക്കാൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ചതാരാണ്?
മിർ ജാഫറാണ് പ്ലാസി യുദ്ധത്തിൽ 1757 പ്ലാസി യുദ്ധത്തിൽ വിജയിക്കാൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ചത് മിർ ജാഫറാണ്. അപ്പോൾ നമുക്കറിയാം ബംഗാൾ ഭരണാധികാരിയായിരുന്നു സിറാജ് ഉദ് ദൗള. അപ്പോൾ ബംഗാൾ ഭരണാധികാരിയായിരുന്ന സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം 1757. അപ്പോൾ ഈ പ്ലാസി യുദ്ധത്തിലാണ് റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത്. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകനാരാണ്? വി ഡി സവർക്കറാണ്. അഭിനവ ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകനാണ് വി ഡി സവർക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചതാരാണ്? വയലാർ രാമവർമ്മയാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പ്രശസ്ത ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ. മദ്രാസ് നഗരത്തിൻ്റെ സ്ഥാപകനാര്? ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസ് നഗരത്തിൻ്റെ സ്ഥാപകനാണ് ഫ്രാൻസിസ് ഡേ. മദ്രാസ് പട്ടണത്തിന് ചെന്നൈ എന്ന പേര് നൽകിയ വർഷം ഏതാണ്? 1996 മദ്രാസ് പട്ടണത്തിന് ചെന്നൈ എന്ന പേര് നൽകിയത്. 1996. 96 തിരിച്ചിടുക 1969. മദ്രാസ് സംസ്ഥാനത്തിന് തമിഴ്നാട് എന്ന പേര് നൽകിയത് ഏത് വർഷമാണ്? 1969 മദ്രാസ് സംസ്ഥാനത്തിന് തമിഴ്നാട് എന്ന പേര് നൽകിയത് 1969. മദ്രാസ് പട്ടണത്തിന് ചെന്നൈ എന്ന പേര് നൽകിയത് 1996. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. കടലാസ് കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കുന്ന ജാപ്പനീസ് കലയുടെ പേരെന്ത്? ഒറിഗാമി എന്നതാണ്. കടലാസ് കൊണ്ട് രൂപങ്ങൾ നിർമ്മിക്കുന്ന ജാപ്പനീസ് കലയുടെ പേരാണ് ഒറിഗാമി. ചിപ്കോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കെട്ടിപ്പിടിക്കുക എന്നതാണ്. ചിപ്കോ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് കെട്ടിപ്പിടിക്കുക. അപ്പോൾ നമുക്കറിയാം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണിയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ വനനശീകരണം അല്ലെങ്കിൽ വൃക്ഷങ്ങൾ വെട്ടുന്നത് തടയുന്നതിന് വേണ്ടി വൃക്ഷങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സമരരീതിയാണ് ചിപ്കോ സമരരീതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? യാന്താവോ കരാറാണ്. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാറാണ് യാന്താവോ കരാർ. ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചതാര്? കുമാരനാശാനാണ്. ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചത് കുമാരനാശാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സ്ഥാപിച്ചതാരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കർ. എന്നാൽ അതേസമയം അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMK സ്ഥാപിച്ചത് ആരാണ്? MG രാമചന്ദ്രനാണ്. അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMK സ്ഥാപിച്ചത് MG രാമചന്ദ്രൻ. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? മിർസ ഗുലാം അഹമ്മദാണ്. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് മിർസ ഗുലാം അഹമ്മദ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFCയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നതായിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFCയുടെ ആദ്യകാല നാമമായിരുന്നു ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അപ്പോൾ കേരളയുടെ സ്ഥാനത്ത് ട്രാവൻകൂർ കൊച്ചിൻ എന്ന് മാത്രമാണ് വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ തടിമില്ല് സ്ഥാപിതമായ ജില്ല ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ തടിമില്ല് സ്ഥാപിതമായത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തടിമില്ല് സ്ഥാപിതമായത് തൃശ്ശൂരിൽ 1905. കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ ആരായിരുന്നു? KM സീതി സാഹിബ് ആയിരുന്നു. കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കറായിരുന്നു KM സീതി സാഹിബ്. നമുക്കറിയാം കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കറായിരുന്നു R ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പിയും രണ്ടാമത്തെ സ്പീക്കർ KM സീതി സാഹിബുമായിരുന്നു. ഉജ്ജയന്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ത്രിപുരയിലാണ്. ഉജ്ജയന്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ത്രിപുര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിന് വേദിയായ നഗരം ഏതായിരുന്നു? അപ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരമായിരുന്നു ബോംബെ. ആദ്യം നിശ്ചയിച്ചത് പൂനെ ആയിരുന്നു. പൂനെയിൽ പ്ലേഗ് കാരണം ബോംബെയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിന് വേദിയായ നഗരം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിന് വേദിയായ നഗരമായിരുന്നു കൊൽക്കത്ത.
അതുപോലെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നു WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി. എന്നാൽ കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അതായത് കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ദാദാഭായ് നവറോജി. വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് ആരായിരുന്നു? R. ശങ്കർ ആയിരുന്നു. വിമോചന സമരകാലത്തെ KPCC പ്രസിഡന്റ് ആയിരുന്നു R. ശങ്കർ. അതുപോലെ നമുക്കറിയാം അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയായിരുന്നു R. ശങ്കർ. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി R. ശങ്കർ. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രിയും ആര് തന്നെയായിരുന്നു? R. ശങ്കർ തന്നെയാണ് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി. കേരള മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആരാണ്? പട്ടം താണുപിള്ളയാണ്. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണർ ആരായിരുന്നു? NN വാഞ്ചു ആയിരുന്നു. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണർ ആയിരുന്നു NN വാഞ്ചു. അപ്പോൾ നമുക്കറിയാവുന്നതാണ് 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? C. അച്യുതമേനോൻ ആയിരുന്നു. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? K. കരുണാകരനായിരുന്നു. 1975 കാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തരമന്ത്രി K. കരുണാകരനും ആയിരുന്നു. ചാർമിനാർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഇപ്പോൾ നമുക്കറിയാം ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദാണ് ഇപ്പോൾ തെലങ്കാനയുടെ തലസ്ഥാനം. അപ്പോൾ ഈ ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് മൂസി നദീതീരത്താണ്. അപ്പോൾ അതുകൊണ്ട് ഹൈദരാബാദും ചാർമിനാറും സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് മ്യൂസി നദീതീരം. അതുപോലെ തന്നെ ചാർമിനാറും ഹൈദരാബാദ് പട്ടണവും പണി കഴിപ്പിച്ചത് ആരാണ്? കുലി കുത്തബ് ഷായാണ് ചാർമിനാറും ഹൈദരാബാദ് പട്ടണവും പണി കഴിപ്പിച്ചത്. ഒരാൾ തന്നെയാണ്. കുലി കുത്തബ് ഷായാണ് ചാർമിനാറും ഹൈദരാബാദ് പട്ടണവും പണി കഴിപ്പിച്ചത്. തുടർച്ചയായി ജനവാസമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പട്ടണം ഏതാണ്? പാറ്റ്നയാണ്. തുടർച്ചയായി ജനവാസമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പട്ടണമാണ് പാറ്റ്ന, ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്ന. ഈ പാറ്റ്ന സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഗംഗാ നദീതീരത്താണ് പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത്. ഗംഗാ നദീതീരത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ലോധി രാജാവ് ആരാണ്? ദൗലത് ഖാൻ ലോധിയാണ്. ബാബറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച ലോധി രാജാവാണ് ദൗലത് ഖാൻ ലോധി. അപ്പോൾ നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശമായിരുന്നു ലോധി രാജവംശം. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശം ലോധി രാജവംശം. അപ്പോൾ അതിനുശേഷം ബാബറിൻ്റെ മുഗൾ രാജവംശം തുടങ്ങുകയാണ്. ബാഹ്മിനി സാമ്രാജ്യം സ്വാതന്ത്ര്യം നേടാൻ ഇടയാക്കിയ യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധമാണ് ബാഹ്മിനി സാമ്രാജ്യം സ്വാതന്ത്ര്യം നേടാൻ ഇടയാക്കിയ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യ ക്യാപ്റ്റൻ ആരായിരുന്നു? CK നായിഡു ആയിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആദ്യ ക്യാപ്റ്റനാണ് CK നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ജലോത്സവം ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ജലോത്സവമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലാകുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്തത് ആരാണ്? അരബിന്ദോ ഘോഷാണ്. ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലാകുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്തത് അരബിന്ദോ ഘോഷാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൽബർട്ട് ബിൽ തർക്കത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബിൽ തർക്കത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. അപ്പോൾ ഈ ഇൽബർട്ട് ബിൽ പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബിൽ പാസ്സാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു തന്നെ. ഏത് വർഷമാണ്? 1883 ഇൽബർട്ട് ബില്ല് റിപ്പൺ പ്രഭു പാസ്സാക്കിയത്. ഇനി എന്തായിരുന്നു ഈ കോൺട്രോവേഴ്സി? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമായിരുന്നു ഇൽബർട്ട് ബിൽ. അപ്പോൾ അതിനെതിരെയാണ് കോൺട്രോവേഴ്സി ഉണ്ടായത്. അപ്പോൾ ആ ഒരു കാരണത്താലാണ് റിപ്പൺ പ്രഭുവിന് രാജിവെക്കേണ്ടി വന്നത്. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ച വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു. അതേ ഡഫറിൻ പ്രഭു തന്നെയാണ് കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ഡഫറിൻ പ്രഭു. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ.
നമുക്കറിയാം ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന വൈസ്രോയ് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. വൈസ്രോയ് ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന വൈസ്രോയ് ആണ് ലിട്ടൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യ തിരുവിതാംകൂർ സ്വദേശി ആരായിരുന്നു? GP പിള്ളയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത ആദ്യ തിരുവിതാംകൂർ സ്വദേശിയായിരുന്നു GP പിള്ള. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. അതുപോലെ നമുക്കറിയാം മഹാമാന എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? മദൻ മോഹൻ മാളവ്യ തന്നെയാണ്. മഹാമാന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. ഈ മദൻ മോഹൻ മാളവ്യയെ മഹാമാന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. മദൻ മോഹൻ മാളവ്യയെ മഹാമാന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമുക്കറിയാം തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ആരാണ്? GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് GP പിള്ള. GP പിള്ള തന്നെയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ബോധേശ്വരൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കേശവൻ എന്നതാണ് ബോധേശ്വരൻ്റെ യഥാർത്ഥ നാമമാണ് കേശവൻ. ജയ ജയ കോമള കേരള ധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരനാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1947 പാലിയം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1947. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരാളുണ്ടായിരുന്നു. ആരാണ് പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത്? AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത് AG വേലായുധൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അലക്സാണ്ടർ കണ്ണിംഗ്ഹാമാണ്. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു? അർത്ഥമഗധി ആയിരുന്നു. മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു അർത്ഥമഗധി. അതുപോലെ തന്നെ ബുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഭാഷയും ഏതു തന്നെയാണ്? അർത്ഥമഗധി തന്നെയായിരുന്നു. ബുദ്ധനും മഹാവീരനും ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു അർത്ഥമഗധി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. AD 1001 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ഗസ്നി ആയിരുന്നു. AD 1001 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗസ്നി. വിഗ്രഹഭഞ്ചകൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? മുഹമ്മദ് ഗസ്നി ആയിരുന്നു. വിഗ്രഹഭഞ്ചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നി. അപ്പോൾ അതുപോലെ തന്നെ 17 തവണ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ഗസ്നിയാണ്. 17 തവണ ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗസ്നി. ഓക്കെ ഫ്രണ്ട്സ്.